എനിക്ക് തോന്നുന്നു അവരൊന്നും കത്തിയിട്ടില്ലെന്നാ. അണ്ണന്റെ ചുറ്റിനും കാണാം, അണ്ണൻ കയറുമ്പോ അണ്ണന്റെ ചുറ്റിനും കാണുമാര്. 50 പേരല്ലേ? ഞാൻ അപ്പൊ തന്നെ തിരിച്ചു ദേവൂട്ടനെ പറയല്ലോ, PC ഓഫ് ആക്കിയെന്ന് പറയും. മോന്റെ കൈതട്ടി PC ഓഫ് ആക്കി. പിന്നെ അണ്ണാ എന്റെ ഒരു ടീഷർട്ട് ഉണ്ട്, അതെപ്പോ ഇട്ടാലും ഒരു വാറുണ്ടാവും. അപ്പൊ ഞാൻ ആ ടീഷർട്ട് ഇട്ടിട്ട് ലൈവ് തുടങ്ങിയപ്പോ പറഞ്ഞു ആസ്ട്രോളജി പ്രകാരം ഇന്നൊരു അടി ഉണ്ടാവും പറഞ്ഞു. ഒന്നല്ല ഇന്ന് പെരുന്നാൾ അടിയായിരുന്നു. നാളെ സമാധാന ദിവസം, നാളെ സമാധാന ദിവസം, നാളെ ഒരു അടിയില്ല. അല്ല ഇനിയിപ്പോ നിനക്ക് 5 ദിവസം കേറാൻ പറ്റില്ലല്ലോ ചന്ദ്ര, അപ്പൊ സമാധാനമായിരിക്കുമല്ലോ. ഇല്ല എനിക്ക് ബാനൊന്നുമില്ല. ചന്ദ്രന് കുഴപ്പമില്ല, ചന്ദ്ര കൺട്രോൾ ഭയങ്കര കൺട്രോൾ ചെയ്ത് സംസാരിച്ചത്. ഞാൻ ഡിഫോൾട്ടിന്റെ ഗ്യാങ് ഹൗസിലെ മെയിൻ അവരുടെ ഗേറ്റിൽ നിൽക്കുന്നത്. എന്നെ ഇപ്പൊ ഞാൻ ബാക്കിലത്തെ ഗേറ്റിലുണ്ട് കേട്ടോ. ഒരു കണക്കിന് അകത്തിരിക്കുന്നതാണ് നല്ലത്, അതാകുമ്പോ അകത്താവുമ്പോ നോക്കത്തില്ല, പുറത്തായിരിക്കും മൊത്തം നോക്കുന്നത്. എന്നെ അകത്തോട്ട് കൊണ്ടുവരാൻ വരുന്നേ. അപ്പൊ ശരി, ഞാൻ റേഡിയോ കണ്ടില്ലെങ്കിൽ അവരുടെ ഗ്യാങ് ഹൗസിലോട്ട് വന്നേക്കണേ. വന്നേക്കാം നേരെ അങ്ങോട്ട് T47 HF അടിയായില്ല. എന്നെ കൊണ്ടുപോയേ ജുഗുറു അനങ്ങല്ലേ അവിടെ നിന്ന്. ഞാനോ അയ്യോ നീ ഞാൻ 2 സ്ഥലത്തായിരിക്കും. ഓടിപ്പോടാ, ഇങ്ങോട്ട് നോക്കടാ, വാ എന്റെ കൂടെ വാ, ഇങ്ങോട്ട് പട്ടി അടിക്കണ പോലെ ഓർഡർ ഇങ്ങോട്ട് ഓടിക്കോ. പൂണ്ടച്ചുവാനെ ഇല്ലില്ല അവരുണ്ട്. അല്ല എടാ ഇറങ്ങിക്കോ, അടിക്കട്ടെ. ജുഗുറുവിനെ അടിച്ചിട്ട് നമ്മള് വീണ്ടും പെടും കേട്ടാ, വണ്ടി ഇല്ലാതെ. അയ്യോ ഞാൻ എന്നെ അടിച്ചിടും. എടാ അവരടിക്കാൻ വരണേ, എന്നെ അടിക്കാൻ വരണേ. നമ്മള് കേരള ഗ്യാങ് ഹൗസ് ബ്രീച്ച് എന്നൊക്കെ പറ, അങ്ങനെ അടിക്കുകയാണെങ്കിൽ. അനൗൺസ്മെന്റ് വന്നല്ലേ. എടാ റീസ്റ്റാർട്ടില്ലടാ, ഇറങ്ങിക്കോടാ, ഇറങ്ങുന്നതാണ് ബെറ്റർ. ഇറങ്ങിക്കോ ഈകളെ. ഇറങ്ങിക്കോ സിറ്റി തറങ്ങ്. ലൈവ് ഇട്ടേ ഈകളെ ലൈവ് ഇട്ടേ നോക്കട്ടെ. അടിച്ചിട്ട് കിണ്ടി കൊണ്ടുവന്ന് ഞങ്ങൾ എഞ്ചിലെത്തി കേട്ടോ, നിങ്ങളെല്ലാരും സേഫ് അല്ലേ? ഞാൻ അവിടെത്തന്നെ അടിച്ചിട്ട് മന്ദാരം നിന്റെ സേവിയർ ഞാനാണ്. എടാ ഹരി, ഞാൻ ഇവിടെ ഉള്ള ഒരു പബ്ലിക് കുളത്തിൽ ചാടിയേ. ഓടിക്കോ എങ്ങനെയാണ് നമുക്ക് ഗരാജ് തന്നെ ഇല്ലേ തൂറും സ്വന്തമായിട്ട്. ഹരി ഞാൻ കാര്യം പറയട്ടെ, നീ അഥവാ രക്ഷപ്പെട്ടാലും നീ അവസാനമായിട്ട് കണ്ട സ്വിമ്മിംഗ് പൂൾ ഇല്ലേ, അതെ അതിലുണ്ട് ഞാൻ. നമ്മുടെ വണ്ടി ബാനാണ്. എനിക്ക് ബാനാണ്. അത് ജിയച്ചേരിയായിരുന്നു. ജുഗുറു
നീ എവിടെ എടാ, ജുഗ്രു നിന്നെ ഹോസ്റ്റലിൽ എടുത്തോ? മന്ദാരൊക്കെ വണ്ടിയെടുത്ത് ഓടിയേട്ടാ മന്ദാരൊക്കെ. എന്റെ POV കാണിച്ചു കൊടുക്കടാ. ഞാൻ കാണിച്ചുതരാം. മന്ദാരത്തിന്റെ POV മന്ദാരത്തെ POV നോക്കിയോണേ. അംബാസഡർ കൊണ്ട് പോകുന്ന നിനക്ക് വിളിക്കാൻ വേറെ ഒരു വണ്ടി കിട്ടിയില്ലല്ലേ? നീലോ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരുന്ന പോയേ നോക്കിയേ. പ്രശ്നമില്ല. എന്നാ പിന്നെ എടാ എന്റെ POV നോക്കടാ. സെക്കൻഡ് POV നോക്കിയടാ ചന്ദ്ര. എവിടെ സെക്കൻഡ് കൊറേ നേരം ഒരുത്തന്നെ നോക്കിക്കൊണ്ടിരിക്കും അടിക്കണോ വേണ്ടെന്ന് പറഞ്ഞിട്ട്. നീലെന്ന് വിളിക്കുന്നത് നീലന്റെ കൊന്നു. എന്താണ് ഇതൊക്കെ? ഞങ്ങൾ എഞ്ചിൻ അവിടെ എത്ര നേരം ഒന്നുമല്ല, ഇത് ഗ്യാങ് ദേവം പോണു. അവൻ കണ്ടില്ല. അവൻ ബാക്ക് പുറകോട്ട് നോക്കാൻ അവൻ പുറം നോക്കുന്നില്ല, അവൻ നേരെ പോണ് വെച്ച്. അലോസൻസ് മാത്രമല്ല മറ്റേ സ്ട്രെച്ചും കണ്ടില്ല പറയുന്നത്. ആ വെട്ടിയെ വിളിക്കൂ. അവൻ ആരുടെ അവൻ? കറണ്ടിന്റെ മോനാ? ദൂരെ ഇരുന്നിട്ട് വിളിക്കുന്നു. നീലാന്ന് വിളിക്കൂ. നീലന്റെ ചന്ദ്ര എന്റെ ബോഡി പഞ്ചായത്ത് കുളത്തിലുണ്ട്. അതെടുത്തേക്കണം. എന്റെ പേരുണ്ട് അണ്ണനോട് ഇതാരുടെ അതില്ലാത്തവനാണ്. വെച്ചോറ് രണ്ടെണ്ണം വണ്ടി. ഇതെന്താ ഇതൊക്കെ ആരുടെ ഇതൊക്കെ? ഇന്നത്തെ ദിവസം വണ്ടി വിടണ പോലെ. അതെ അമ്മേ ചീഫ് ഓഫീസറാ കൂടുതൽ. ചന്ദ്ര എന്റെ POV നോക്കിയടാ. ഞാന് പുല്ലിടക്ക് ഇരിക്കണടാ. ചുമ്മേരിയടയാ ഞാനിവിടെ ഉണ്ട്. നീ എന്റെ ഇടയിൽ ഇരിക്കുന്നു. ചന്ദ്രന്റെ ഓക്കെ ആയോ? പിന്നെ നീ ചത്തടക്കും ഇലയുള്ളവരൊക്കെ മിക്കവരും ചത്തടക്കും. എന്റെ POV നോക്കടാ. എടി ഇത് ഇവന്മാരെ ആദ്യം EMS പൊക്കിയ തൂറുമില്ല. ഇതെന്തൊരു എടാ 8059 എടുക്കണ എടാ വന്നടാ. ഞങ്ങളെ സിറ്റുവേഷൻ ചത്തിട്ടില്ല. ചാവാ ഇങ്ങോട്ട് വന്ന്. സക്കീറ വണ്ടി എടുക്കുന്നേ. തീവട്ടി തന്ന അടിച്ചു ഒന്നും നോക്കണ്ട. ഇതാര്? കമ്പനിയാ കൊല്ലൂല. ഞാൻ അല്ല തീവട്ടി തന്നു. സക്കീറ അകത്ത് അടിച്ചു കൊന്ന ഉണ്ടിച്ചില്ലതിന്. സക്കീറ വന്നോ? ഉണ്ട്. ഞാനും സക്കീറ മരിച്ചേട്ടാ. സക്കീറ ഇവിടേക്ക് അടിച്ചേ വരത്തുള്ളൂ. സക്കീറ അടിച്ചേ വരത്തുള്ളൂ. ഓടി സൈസോണി കയറി. എടാ നമുക്ക് സക്കീറ ഞാൻ ഇപ്പൊ വരാവേ. അത്ര ബാക്കപ്പ് വന്നാ അത്ര ഉള്ളടാ. അമ്മ ഉണ്ട്. ഭയങ്കരണ്ട് പെട്ടെന്നാ. വാ അമ്മനെ പിടിച്ചിട്ട് അടിക്കാം. വാ ഭയങ്കരത്തിലോട്ടോ. നിങ്ങൾ എല്ലാം ഭയങ്കരത്തിലോ.
അയ്യോ പെട്ടെന്ന് ബാക്കപ്പ് എന്തിനും പടി പെട്ടെന്ന് പിടി ടൂഡം ഈസി. അത്രോളൂ എടാ എല്ലാരും ഗ്യാങ്സ് എടാ അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോവാ മൂവി എടാ ഞാനിപ്പോ ചാവേടാ. ചന്ദ്ര നമ്മളൊരു 4 വണ്ടി എടുത്തിട്ട് വരുന്നേ. നമ്മളൊരു 4 വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട് ഗ്യാങ്സിലോട്ട്. ഹലോ ഹെൽപ്പ് വേണ്ടവര് പറ കോളുതാ ഞാൻ പ്ലേ ബോയ് മാസ്റ്റർ ഉണ്ട് ഞാൻ 3 പേരെ കൊന്നറിയാമാരെ. മോബി നീ എന്റെ മോബി സൈബോഡ്രാ ചന്തക്കായിട്ട് പണ്ണുന്നു. എടാ ഞാൻ എടുത്തോ ഓടെ 3 പേരെ കൊന്നറേ. കൊല്ലല്ലേ ചേട്ടാ. മോണാള് ന്യൂബ്സ്. കേട്ട് പറ്റൂലല്ല. പിള്ളേർ ഇറങ്ങില്ല, ഞാൻ ഒന്ന് ഇറങ്ങട്ടെ. ഡെഫൻ അടിക്കട്ടെ. ഇല്ല അതിൻ്റെ പേര് ഒരു മിനിറ്റ് ഒരു ക്ലാരിഫിക്കേഷൻ വന്നാണ്. ഹലോ കേക്കാവോ? അല്ല ആട് ബ്രോ അപ്പനാ ഡൗട്ട് വെക്കട്ടെ. ആട് ബ്രോ ഒരിക്കലും പറ്റില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. കഷ്ടം. സിറ്റുവേഷൻ ഹോൾഡ് ആണെന്ന് അനൗൺസ്മെന്റ് കണ്ടു. പിന്നെ എന്തിനാണ് പുള്ളിയുടെ കിടക്കുകയാണെങ്കിൽ ഹോൾഡ് ആണെന്ന് പറഞ്ഞില്ലേ? ആ ഹോൾഡ് ആണെന്ന് കൊണ്ടിട്ട് പിന്നെ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചത്തി കിടക്കുന്ന ബോഡിനെ നീ അടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞേ, മനസ്സിലായോ? ഒരു സിറ്റുവേഷൻ ഹോൾഡ് ആണെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ഞാൻ ഊമ്പ് ഇവിടെ കിടന്ന ഈ പാവത്തിനാണ് കിട്ടിയത്. ഈ പാവത്തിന് ഇവനെ വേണ്ട തന്നെ. ചപ്പ് ഇത് അടിക്കാൻ പാടില്ല, കൂടെ കിടക്കാന്ന്. ഇവൻ നൈസാണ്. വിടറാ പാവം.
ഇത്ര അടി അടിച്ചിട്ട് അവന്റെ ഗുണമായാലോ പറഞ്ഞ ആളാരാ ഇപ്പൊ നൈസാന്ന് പറഞ്ഞത് ഇയാളെ പറഞ്ഞു പാവം പാവന്ന് വെടിയിക്കണം പാവന്ന് ഭയങ്കര പാവം വെടി എന്നിട്ട് തല 2 വെടി പാവം പയനന്ന് അമ്മേ അടി നമസ്കാരം എന്താ ചവിട്ടറാ എനക്ക് ചന്ദ്ര വിട്ടു കേട്ടോ എടാ എന്താ നിനക്കെല്ലാം പറഞ്ഞോ സംസാരിക്കണ പോടാർന്ന് ബോധിപ്പിക്കണോ എന്നെ ബോധിപ്പിക്കണോ അവനെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് കാണിക്കല്ലേ മോനെ മോശല്ലേ അതാണ് എനിക്കും പറയുള്ളേ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് കാണിക്കല്ലേ മോശം ആ കൊലയാടി മോനെ പോ